എക്സാംസിലും ചോദിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങളൊരു ബാങ്ക് എക്സാമിന് SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആക്റ്റീവ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സ്ക്വയേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 30 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ ക്യൂബ്സും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒരു 20 നമ്പേഴ്സിന്റെ എങ്കിലും ക്യൂബ്സ് ബൈ ഹാർട്ട് ചെയ്യണം. നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം. കുറച്ച് സ്ക്വയേഴ്സ് ബൈ ഹാർട്ട് ചെയ്യണം, കുറച്ച് ക്യൂബ്സ് ബൈ ഹാർട്ട് ചെയ്യണം. ഇനി അതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സും കുറച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ണോ ആ സെയിം നമ്പറോ മാത്രം ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2 is a prime number. എന്തുകൊണ്ടാണ്? 2ന് എത്ര ഫാക്ടേഴ്സുകൾ? 2 ഫാക്ടേഴ്സുകൾ. ഒന്ന് 1 ആയിരിക്കും, അടുത്തത് 2 ആയിരിക്കും. ഈ 3 എന്ന് പറഞ്ഞൊരു നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3ക്കും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ. 1 കൊണ്ടും 3യെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ടും 3യെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്പർ നോക്കിയേ 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 4 itself ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 3 ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ അതിന് പ്രൈം നമ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ പോവാല്ലേ പ്രൈം നമ്പേഴ്സ്. അതിന് കുറച്ച് പ്രൈം നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ ആണ് നമ്മുടെ 2. ഓക്കെ, ഈ ലീസ്റ്റ് പ്രൈം നമ്പർ ആയ 2 ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 4, 6, 8 ഏത് നമ്പർ എടുത്താലും ഏത് ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാലും 2 ഈസ് എ ഫാക്ടർ. അതുകൊണ്ട് തന്നെ പ്രൈം നമ്പേഴ്സിൽ ഓൺലി 1 ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം അതും നിങ്ങൾ കുറച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ കുറച്ച് സ്ക്വയേഴ്സ്, ക്യൂബ്സ് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ പ്രൈം നമ്പേഴ്സും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ആ ഡിവിഷൻ മെത്തേഡ് തന്നെ നോക്കാം. 3025 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 3025 ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് 25. ബാലൻസ് എത്ര ഉണ്ട്? 30. ആ 30 ഏതൊക്കെ വരെ സ്ക്വയേഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ ആണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 1 square 1, 2 square 4. അങ്ങനെ ഏത് സ്ക്വയർ വരെ 30ക്കകത്ത് നിൽക്കും? 5 square 25. അത് കഴിഞ്ഞ് 6 square ആകുമ്പോഴത്തേക്കും 36 ആവും. ഗ്രേറ്റർ ദാൻ 30 ആവും. സോ നമുക്ക് 5 square വരെ മതി. സോ 3025 ഡിവിഷൻ മെത്തേഡിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് 30 ആണ്. സോ 5 × 5 25 വരെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ബാലൻസ് എത്ര ഉണ്ട്? 5. ഇനി ആ സെറ്റ് മൊത്തത്തിൽ താഴോട്ട് ചെയ്തോ 25. ഓക്കെ ആണല്ലോ? ഇനി 5ന്റെ ഡബിൾ എടുക്കാം. ദാറ്റ് ഈസ് 10. ഓക്കെ, ഇനി ഇവിടെ ഒരു യൂണിറ്റ് ഡിജിറ്റും ഇവിടെ ഒരു യൂണിറ്റ് ഡിജിറ്റും നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. ഓരോ ഡിജിറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. അത് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്ത് ഈ യൂണിറ്റ് ഡിജിറ്റിനെ ആയിരിക്കും. ഇവിടെ 5 ആണെങ്കിൽ 5 സ്ക്വയർ എടുക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 5 സ്ക്വയറിന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്ത് വരും? 5 വരും. സോ 5 × 5 25, റിമൈൻഡർ 2, 10 × 5 50, റിമൈൻഡർ കൂടെ ആഡ് ചെയ്യുമ്പോൾ 52. സോ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 525 കിട്ടി. സോ ഇവിടെ എന്ത് തന്നെയാണ്? 5 ആണ്. സോ ആൻസർ 55. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3025 is equal to 55. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് 2 ഡിജിറ്റ്സ് മാറ്റി, എന്നിട്ട് ബാലൻസ് ഉള്ളതിൽ എത്ര സ്ക്വയർ വരെ ഒന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് റിമൈൻഡർ എഴുതി. പിന്നീട് ഒന്ന് ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 25ന് അതുപോലെ താഴെ വരും. 2 സെപ്പറേറ്റ് 5 സെപ്പറേറ്റ് എഴുതാൻ പാടില്ല. ദെൻ ഈ 5ന്റെ ഡബിൾ എഴുതിയിട്ട് യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ എഴുതുന്നത് കൊണ്ട് തന്നെ വേണം ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് എന്തിനെ നോക്കിയാണ് എഴുതേണ്ടത്? ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റിനെ നോക്കിയാണ് എഴുതുന്നത്. ഇവിടെ 6 ആണെങ്കിൽ 4ഉം വരാൻ ചാൻസ് ഉണ്ട്, 6ഉം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ യൂണിറ്റ് ഡിജിറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2209.
എങ്ങനെ നമുക്ക് 2209 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അതിനായിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് മാറ്റി ബാലൻസ് 22. അതിനകത്ത് എന്തൊക്കെ വരും? 4 സ്ക്വയർ 16 വരെ വരും. അത് കഴിഞ്ഞാൽ 5 സ്ക്വയർ 25 ആയി പോകും. അത് 22നേക്കാളും ഗ്രേറ്റർ ആണ്. സോ 4 സ്ക്വയർ 16. സോ റിമൈൻഡർ എത്ര വരും? 6. ഇനി ബാലൻസ് 09 താഴെ എഴുതി. അടുത്ത സ്റ്റെപ്പ് 4ന്റെ ഡബിൾ എടുത്ത് എഴുതുക. ഇവിടെ 2 ഡിജിറ്റ് എഴുതി ബാലൻസ് ചെയ്യണം. 3 into 3 9 വരും. 7 into 7 9 വരും. ശരിയല്ലേ? 3 സ്ക്വയറിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 7 സ്ക്വയറിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഏത് എഴുതും? 3 എഴുതോ 7 എഴുതോ? ആദ്യം 3 കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 into 3 9, 8 into 3 24 എഴുതുന്നുള്ളൂ. അപ്പൊ 3 അല്ല ആൻസർ. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്പർ ഏതാ? 7. അപ്പൊ 7 into 7 നോക്കേ, 49. റിമൈൻഡർ 4. 8 into 7 56 plus 4 60 വരും. 609 വരും. സോ ആൻസർ 7 വരുമ്പോഴാണ് 609 വരുന്നത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2209 ഈസ് 47. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെക്ക് ചെയ്യാം. 1849 ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലാസ്റ്റ് 2 ഡിജിറ്റ് മാർക്ക് ചെയ്യാം. 18ൽ 4 സ്ക്വയർ വരെ വരും. 4 into 4 16. റിമൈൻഡർ 2. 49 താഴെ വന്നു. നെക്സ്റ്റ് 4ന്റെ ഡബിൾ എടുത്ത് എഴുതി. ഇനി 2 ഡിജിറ്റ് ഫിൽ ചെയ്യണം. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. നേരത്തെ പോലെ തന്നെ 3ക്കും ഉണ്ട് 7നും ഉണ്ട് യൂണിറ്റ് ഡിജിറ്റ് 9 വരുന്നത്. 3 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. 3 into 3 9. 8 into 3 24. സോ ഇവിടെ എന്ത് വരും? 3 വരും. 249 വരും. റിമൈൻഡർ 0. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1849 ഈസ് 43. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിക്കാം. ഈ ഡിവിഷൻ മെത്തേഡ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പം നമുക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് മനസ്സിലാക്കാം. അപ്പം നമ്മൾ 3025ന്റെ റൂട്ട് കണ്ടുപിടിച്ചു. 2209ന്റെ റൂട്ട് കണ്ടുപിടിച്ചു. 1849ന്റെ റൂട്ട് കണ്ടുപിടിച്ചു. നമുക്ക് ഇത്രയും ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നോക്കി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3025. ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാനും ഫസ്റ്റ് സ്റ്റെപ്പ് 2 ഡിജിറ്റ്സ് മാറ്റി. 2 ഡിജിറ്റ്സ് മാറ്റിയിട്ട് ഓക്കെ, 2 ഡിജിറ്റ്സ് മാറ്റിയിട്ട് ബാലൻസ് ഉള്ള 30ൽ ഏതൊക്കെ സ്ക്വയർ വരെ ഓക്കെയാണ്? ഫസ്റ്റ് ഡിവിഷൻ മെത്തേഡിൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ 1 സ്ക്വയർ 2 സ്ക്വയർ ചെക്ക് ചെയ്യുക. അതിൽ ഏത് വരും? 5 സ്ക്വയർ 25. സോ അത് 5 ആണെന്ന് ഫിക്സ് ചെയ്ത് അതിനൊരു മാറ്റമില്ല. ഇനി അടുത്ത ഡിജിറ്റ് നോക്കുന്നത് ഈ 25നെ നോക്കിയിട്ടാണ്, യൂണിറ്റ് ഡിജിറ്റിനെ നോക്കിയിട്ടാണ്. യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ 5. 5ന്റെ സ്ക്വയറിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? യൂണിറ്റ് ഡിജിറ്റ് 5 വരത്തുള്ളൂ. സോ 5 അങ്ങ് എഴുതി. സോ സ്ക്വയർ റൂട്ട് ഓഫ് 3025 ഈസ് 55. കണക്ഷൻ ഡിവിഷൻ മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2209. ഓക്കെ, ഇവിടെ 2 ഡിജിറ്റ് മാറ്റി. ബാലൻസ് ഉള്ളത് 22. 22നകത്ത് ഏത് വരെ വരും സ്ക്വയർ? 4 സ്ക്വയർ 16. 5 സ്ക്വയർ ആകുമ്പോൾ 25 ആകും. സോ 4 സ്ക്വയർ 16 ആയതുകൊണ്ട് 4 എഴുതി. നെക്സ്റ്റ് നമ്പർ നോക്കുന്നത് യൂണിറ്റ് ഡിജിറ്റിനെ നോക്കിയാണ്. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. 3യുടെ സ്ക്വയറിനകത്ത് 9 വരും. 7ന്റെ സ്ക്വയറിനകത്ത് 9 വരും. അപ്പൊ ഏത് സെലക്ട് ചെയ്യും? 3 സെലക്ട് ചെയ്യൂ, 7 സെലക്ട് ചെയ്യൂ. നോക്ക്, ഞാൻ യൂണിറ്റ് ഡിജിറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്ക്വയർ ചെയ്യുമ്പോൾ അതിനകത്ത് 3യുടെ സ്ക്വയറിനകത്ത് 9 വരുന്നുണ്ട്. 7ന്റെ സ്ക്വയറിനകത്ത് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 9 ആണ്. അപ്പൊ സ്മോളർ നമ്പർ ആയ 3 എഴുതോ, ബിഗർ നമ്പർ ആയ 7 എഴുതോ. ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട്. അതായത് 4ന്റെ നെക്സ്റ്റ് നമ്പർ ഉണ്ട്. 4നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 4ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാ? 5. 5 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ 20. ക്വസ്റ്റ്യൻ നോക്കി 22 ആണ് കിടക്കുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയപ്പം 20 എഴുതിയത്. ക്വസ്റ്റ്യൻ ആണ് ഗ്രേറ്റർ എങ്കിൽ 22 ഈസ് ഗ്രേറ്റർ ദാൻ 20. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ നമ്പർ സെലക്ട് ചെയ്യണം. നമുക്ക് 3 7 ആണ് 9 എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റ് തരുന്നത്. അതിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്വസ്റ്റ്യനകത്താണ് വലുതെങ്കിൽ 22 ഈസ് ഗ്രേറ്റർ ദാൻ 20. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട നമ്പർ 7. സോ ആൻസർ ഈസ് 47. ശരിയല്ലേ? നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും ഡിവിഷൻ മെത്തേഡിൽ ചെയ്തപ്പോഴും ഇപ്പോഴും കറക്റ്റ് ആൻസർ കിട്ടി.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതുകൂടെ ചെക്ക് ചെയ്യാം. 1849 ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 49 മാറ്റി, ശരിയല്ലേ? നെക്സ്റ്റ് 18 ഏത് നമ്പർ വരെ വരും? 4 × 4 16. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? 4. ഓക്കെ, 4 വരും. ഇനി കൺഫ്യൂഷൻ എവിടെ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്, 3 വരുമോ 7 വരുമോ? എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? യൂണിറ്റ് ഡിജിറ്റ് 9 ആണെങ്കിൽ ഒന്നുകിൽ 3 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ 7 ആയിരിക്കും. അത്രയും വരെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിൽ 3 വേണോ 7 വേണോ എന്ന് ഫിക്സ് ചെയ്ത് ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ആയ 4ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? 20. ഓക്കെ, ക്വസ്റ്റ്യനിൽ 18 ഉള്ളൂ, കിട്ടിയ ആൻസർ 20. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20ക്കാളും ലെസ് ആണെങ്കിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യണം? സ്മോളർ നമ്പർ 3 സെലക്ട് ചെയ്യണം. അപ്പൊ ആൻസർ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 1849 ഈസ് 43. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നോക്കാവേ, 1521. ഇവിടെ 2 ഡിജിറ്റ് മാറ്റി 21, ബാലൻസ് ഉള്ളത് 15. അപ്പൊ അതിനകത്ത് ഏതൊക്കെ നമ്പർ വരും? 3 × 3 9 ആണ്, 4 × 4 ആകുമ്പോഴത്തേക്കും 16 ആവും, ശരിയല്ലേ? അപ്പൊ 3 × 3 9 വരെ 3 ആണ്. ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് 21. 21 1 ആണ് യൂണിറ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത്. 1 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? 1ന്റെ സ്ക്വയർ എടുത്താൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്, 9ന്റെ സ്ക്വയർ എടുത്താൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പൊ 1 വരുമോ 9 വരുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, 3 ആണ് നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടിയിരിക്കുന്നത്. സോ 3യുടെ നെക്സ്റ്റ് നമ്പർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ നോക്കുക. 3 × 4 എന്ത് വരും? 12. ക്വസ്റ്റ്യനിലാണല്ലോ വലുത്. ക്വസ്റ്റ്യനിൽ വലുതാണെങ്കിൽ അങ്ങനെ തന്നെ ഓർക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഏത് വലുതാകുമ്പോഴാണ് ലെസ് എടുക്കണ്ടേ, ഏത് വലുതാകുമ്പോഴാണ് ഗ്രേറ്റർ നമ്പർ എടുക്കുന്നത് ഒരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. ക്വസ്റ്റ്യനിൽ വലുതാണെങ്കിൽ വലിയ നമ്പർ എടുക്കുക, 9. സോ ആൻസർ 39. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക്